ഗൈസ് എല്ലാ ആൾക്കാർക്കും സ്വാഗതം ഗൈസ് ചെരുമുക്കിൽ വന്ന് അടിപൊളി വ്യൂ കണ്ടിട്ട് ഞാൻ പ്രാന്തായി ജാസ്തി നല്ല സ്ഥല സുഹൃത്ത് ആൾക്കാരുണ്ട് മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർക്ക് ചോദിക്കാം എത്ര മീൻ കിട്ടി ഇതാണ് ഈ ഗൈസ് മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ ഓ അടിപൊളി സ്ഥല മീൻ പിടിക്കാൻ സ്ഥലം കണ്ടോ ഇഷ്ടമല്ല കണ്ടോ നല്ല ഇഷ്ടം ഇതാ മീൻ ബൈക്കിലുണ്ട് മീൻ ഈ മീനിൻ്റെ പേരെന്ത് ഗൈസ് കോമൻറ്റിൽ പറയൂ കേട്ടോ ഏതേ മീൻ ഈ മീനിൻ്റെ പേരെന്തേ കാക്കെ ബിലാൽ ബിലാൽ മീൻ അല്ലേ ആ സൈഡിൽ മീൻ പിടിക്കണ്ട ആ സൈഡിൽ മീൻ പിടിക്കുന്നുണ്ട് ഗൈസ് ആ സൈഡിൽ അപ്പുറത്ത് അവിടെ ഗൈസ് മീൻ പിടിക്കുന്നുണ്ട് ഒക്കെ മീൻ പിടിക്കാൻ ആൾ ഇവിടെ ജാസ്തി ഈ സൈഡിൽ ആ സൈഡിൽ ജാസ്തി അടിപൊളി സ്ഥല വരണോ എങ്ങനെ വരാം അവിടെ ജാസ്തി വെള്ളമില്ലേ ഹലോ സുഖാണോ വാലൈക്കും അസ്സലാം ഇത് പിടിച്ചു സുഖാണോ സുഖം അൽഹംദുലില്ലാ ജാസ്തി സുഖല്ലേ കണ്ടതിൽ സന്തോഷം ഓക്കെ ഓക്കെ ഇവിടെ മീൻ പിടിക്കണ്ടേ കുറച്ച് മുന്നേ ഉണ്ട് രാവിലെ വന്ന നല്ല സൂപ്പറാ സൂപ്പർ ഫുള്ള് പൂവുണ്ടാവും ഇവിടെ ഫുള്ള് പൂവ് അക്ക മീൻ പിടിക്കണ്ടേ ഏത് ടൈമില് നല്ല മീൻ പിടിക്കും മീൻ ഈ ടൈമിലുണ്ടാവും രാവിലെ എങ്ങനെയുണ്ട് രാവിലെ ഉണ്ടാവും കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിൽ രാത്രി ഉണ്ടാവും രാത്രി ഉണ്ടോ അല്ലേ ചെമ്മീൻ കിട്ടും ചമ്മീൻ മറ്റേ ചൗമീൻ കൊഞ്ചെന്ന് പറയും കൊഞ്ച് അതെ അടിപൊളി മീമിന്റെ ഈ സൈഡിലല്ലേ പിന്നെ രാവിലെ ഇവിടെ വന്നാല് നിറച്ച് ഇവിടൊക്കെ നല്ല പൂവുണ്ടാവും അമ്പൽപ്പൂവ് ചുവക്കും നല്ല ചുവന്ത ആമ്പൽപ്പൂ നിറയെ ഉണ്ടാവും ഇവിടെ കുറെ ആൾക്കാര് ദൂരത്തുനിന്നൊക്കെ വന്ന് കാണാൻ വരും അല്ലേ രാവിലെ നല്ലതാ ഒരു 10 മണി വരെ ഉണ്ടാവും ഏത് പൂ പറഞ്ഞേ ആമ്പൽ ചോപ്പ് ആമ്പൽ ചോപ്പ് അമ്പൽപ്പൂ അവിടെ അതിന്റെ ഒരു ഇതാണ് ഇത് അവിടെ കാണുന്നുണ്ടല്ലേ രാവിലെ പൂവാവും വെയിൽ വന്നാല് പൂവും എപ്പോഴും ഉണ്ടാവും രാവിലെ സന്തോഷം ജാസ്തി സന്തോഷം ഗൈസ് ഇവിടെ വന്ന് ജാസ്തി തിരുരങ്ങാടി ചൊറുമുക്ക് അവിടെ വന്ന് ഗൈസ് എൻജോയ് ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞാല് നമ്മളുടെ ഒരു സുഹൃത്ത് ആൾക്കാരിന്റെ കൂടെ പരിചയം ആക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ മുടി ഒക്കെ വെള്ള കളറായി വയസ്സായി എത്ര വയസ്സായി വയസ്സ് 42 സത്യം കണ്ടിട്ട് സൽമാൻ ഖാൻ മാതിരി ഗൈസ് സൽമാൻ ഖാൻ 2 നമ്പർ സൽമാൻ ഖാൻ ഓട്ടോവാല ഡ്രൈവർ സൽമാൻ ഓക്കെ കണ്ട സന്തോഷം സന്തോഷം ഞാൻ ജാസ്തി സന്തോഷം സുഖം ജാസ്തി സുഖം വേറെട്ടോ ഇവിടെ വന്ന് നമ്മളുടെ ഒരു കാക്കൻ്റെ കൂടെ പരിചയം ആകാൻ വേണ്ടിയിട്ട് ഇതാണ് കാക്ക നമ്മളുടെ അസ്സലാമു അലൈക്കും കുറേ ദിവസം മുന്നേ വിചാരിച്ച് കാണാം ഒരു ദിവസം അല്ലേ ഇന്ന് ആയി പിന്നെ നിങ്ങൾ നമ്മളുടെ ബംഗാളിൽ എത്ര വർഷം 12 വർഷം ബംഗാളിൽ നിന്നല്ലേ എവിടെ ദക്ഷിൺ ദിനാജ്പൂർ বাংলা মালুম হে ഗൈസ് ഇതാ നമ്മളുടെ ഈ ഉസ്താദ് എല്ലാം അറിയും ബാംഗ്ല നമ്മളുടെ ഭാഷ എല്ലാം അറിയും ബാംഗ്ലയിൽ കുറവാ സംസാരിച്ച് ജാസ്തി ദിവസം സംസാരിച്ച് ഇന്നെ പരിചയമായിട്ട് ഞാൻ ജാസ്തി സന്തോഷം വളരെ സന്തോഷം വീട്ടിലാണ് ഇപ്പൊ വീട്ടിലെത്തി ഗൈസ് തിരുവരങ്ങാടി അതെ കുണ്ടൂരിലപ്പോൾ ഉള്ളത് യെസ് മുബാറക് ഭായിക്ക് എല്ലാവിധ സന്തോഷവും ജാസ്തി സന്തോഷം ഗൈസ് ഇപ്പോൾ നമ്മളുടെ ഭക്ഷണം വന്നി അടിപൊളി ഭക്ഷണം വന്നി കണ്ടോ നല്ല ഇതാണ് നമ്മളുടെ ഉസ്താദ് മന്തി ഉണ്ടോ അല്ലേ മന്തില്ലേ മന്തി നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ പോലെ ഭക്ഷണം കമ്മി കേരളത്തെ നല്ല ഉണ്ടോ കേരളത്തിൽ വെറൈറ്റി ഫുഡ് ബംഗാളിലത്തെ അത്ര വെറൈറ്റി ഫുഡ് അവിടെ ഇല്ല വളരെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ മിതത്വം പാലിക്കുന്നവരാണ് അതെ കേരളത്തെ ഭക്ഷണം അടിപൊളി ഭക്ഷണം മന്തി പിന്നെ കുറവ് ജാസ്തി പേരുണ്ട് നമുക്ക് അറിയില്ല എത്ര നമ്മളുടെ നാട്ടിലെ ചോർ പിന്നെ കറി എത്രയേ ഉള്ളൂ ബംഗാളില് പിന്നെ വലിയ ഫംഗ്ഷനിൽ കല്യാണത്തിനൊക്കെ ഈ വൈറ്റ് റൈസും ബീഫും ആയിരിക്കും കല്യാണത്തിനും അതുപോലെ മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസും ബിരിയാണി ഉണ്ടാവും അല്പം ഒരു സ്പൂൺ ഫ്രൈഡ് റൈസ് സ്റ്റാർട്ടിങ്ങിൽ
നിങ്ങളവിടെ പോയി പിന്നെ മനസ്സിലായി. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ നമ്മളെ വൈഫാണ് ഈ ചാനൽ കണ്ടെത്തിയത്, അങ്ങനെ പരിചയപ്പെടുത്തി. ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് ഒക്കെ അയച്ചു, പക്ഷേ തിരക്കുള്ള മനുഷ്യനല്ലേ കിട്ടണ്ടേ. അവസാനം വേറെ വഴിക്ക് ട്രൈ ചെയ്തപ്പോൾ ഇടവണ്ണപ്പാറ നമ്മൾ സുഹൃത്ത് ബന്ധപ്പെട്ട് അവർ നമ്പർ തന്നു. വിളിച്ചപ്പോൾ തന്നെ അവരെ സന്തോഷമായി. പിന്നെ അവരെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അതെ അതെ, നല്ല സന്തോഷമായി. നമ്മളുടെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജാസ്തി സന്തോഷമായി. ഇപ്പോൾ സംസാരിച്ച് ഇതിൻ്റെ മുമ്പ് വീഡിയോ എടുക്കാൻ മുമ്പേ സംസാരിക്കുമ്പം വിചാരിച്ച് ഞാൻ നമ്മളുടെ നാട്ടിൽ ഞാനുണ്ട് അങ്ങനെ വിചാരിച്ച് ഞാൻ. നല്ല സന്തോഷം. ഇപ്പോൾ ഭക്ഷണം കഴിക്കാം പിന്നെ സംസാരിക്കാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ഉസ്താദിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ കറങ്ങാൻ വന്നേ. അടിപൊളി സ്ഥല ഇതാണ്, അടിപൊളി സ്ഥല കണ്ടോ. ഈ പൂവിൻ്റെ പൂ ഏതേ പൂ? അമ്പൽപ്പടം. അടിപൊളി പൂ. കഴിഞ്ഞാൽ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് അടിപൊളിയാവും അല്ലേ. ഇപ്പൊ അങ്ങനെ ജസ്റ്റ് പൂവിട്ട് വരുന്നുള്ളൂ, കാണുന്നുണ്ട്. അതെ അതെ കണ്ടോ, എത്ര വലുതാ. ഈ സ്ഥലത്തിന്റെ പേര് എന്താ? ചെറുമുക്ക് അമ്പൽ. സൂപ്പർ. പിന്നെ ഇതാ കേരളന്റെ ഉസ്താദ്, പിന്നെ നമ്മളുടെ നാട്ടിന്റെ ഉസ്താദ് വളരെ ക്ലോസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രധാനമായിട്ട് അവരുടെ പ്രശ്നം ഒരു ഭാഷ റെഡിയാക്കി വളരെ സെറ്റപ്പാണ്. ഇൻഷാല്ലാ അടിപൊളി ആക്കിട്ടെ. ഒരു ദിവസം ശുദ്ധ മലയാളം സംസാരിക്കും നിങ്ങളുടെ കൂടെ. ഇപ്പൊ തെറ്റിപ്പോവും കുറച്ച് അത് ശ്രമിക്കുക കേട്ടോ പ്ലീസ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ റെഡിയാവും. ഓക്കെ, ഇപ്പോൾ ഭാഷണം കഴിച്ച് നമ്മളുടെ ഉസ്താദിൻ്റെ വീട്ടില് പിന്നെ ജാസ്തി കറങ്ങി, ജാസ്തി എൻജോയ് ആയി, പിന്നെ ജാസ്തി സന്തോഷം. ഇപ്പോൾ ഞാൻ പോവാ. കുറവ ദൂർ പോകണം. കുറവ പറഞ്ഞാല് ഇടവണ്ണപ്പാറ, ഇവിടെ ഒരു 50 മിനിറ്റ്. ഈ കുറവ പറഞ്ഞല്ലേ ഇതാ എന്താ? ചെറുമുക്ക് അല്ലേ? കുറവ പറഞ്ഞല്ലേ? കുറയാ അങ്ങനെ പറഞ്ഞു. കുറവ ദൂർ പോകണം ഗൈസ്. അത് പഠിച്ച് ഒരു ഭാഷ അങ്ങനെ പഠിക്കണം. ഇപ്പോൾ പോവാ. ഇപ്പോൾ ഗൈസ് ഈ വീഡിയോ ലൈക്ക് ആക്കുക, കമൻറ്റ് ആക്കുക, ഷെയർ ആക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഐ ലവ് യു ആൾ.